ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള ഉപദേശ വിഷയത്തിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 14ാമത്തെ എപ്പിസോഡിൽ രക്ഷ ദൈവ വാഗ്ദത്തങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെന്നും പിതാവായ ദൈവം എനിക്ക് തന്നിട്ടുള്ളവയിൽ ഒന്നുപോലും നശിച്ചു പോകാതെ പുനരുത്ഥാന ദിവസത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കണം എന്നുള്ളതാകുന്നു പിതാവിന്റെ ഇഷ്ടം എന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് അടിസ്ഥാനപരമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അതിന്റെ തുടർച്ചയായ മറ്റൊരു വിഷയമാണ്. അത് മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിന്റെ കരങ്ങളിൽ ആക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ആദ്യമേ നാം പഠിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6:37 യേശു പറഞ്ഞ കാര്യമാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല. അത് കഴിഞ്ഞ് 10ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മുടെ പഠന വിഷയമായിരുന്നത്. അവിടെ നാം പഠിച്ചപ്പോൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. കർത്താവിന്റെ കരങ്ങളിലാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു വ്യക്തിക്കും ആ വിശ്വാസിയെ അകറ്റുവാൻ സാധ്യമല്ല എന്നും, അതുകൊണ്ട് യാതൊരു വിശ്വാസിയും മേൽപ്പറഞ്ഞ വാഗ്ദത്തത്തെ തുടർന്ന് കർത്താവ് വിശദീകരിക്കുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തില് നശിച്ചു പോകുകയില്ല എന്നുമാണ്. ആ വിശദീകരണം എന്താണെന്ന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 10:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 10:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറയുകയാണ്, ഐ ഗിവ് അൺടു ദം ഇറ്റേണൽ ലൈഫ്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. അവ ഒരു പ്രകാരത്തിലും നശിച്ചു പോകുകയില്ല, യാതൊരു പ്രകാരത്തിലും അത് നശിച്ചു പോകുകയില്ല. എന്നിട്ട് പറയുകയാണ്, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഇവിടെ 2 പ്രസ്താവനകൾ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആദ്യമായി പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു പ്രകാരത്തിൽ നശിച്ചു പോകുകയില്ല, എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ പറയാണ്, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും സാരാംശയിൽ, അതായത് സത്തയിൽ ഒന്നാണ്. ആളത്വത്തിൽ 2ആണ്. ആളത്വത്തിൽ പിതാവും പുത്രനുമാണ്. 2 വ്യക്തികളാണ്. എന്നാൽ സത്തയിൽ, സാരാംശത്തിൽ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. യോഹന്നാൻ 10:28, 29, 30 വാക്യങ്ങൾ. അപ്പൊ മുന്നമേ നാം സൂചിപ്പിച്ച 2 വാഗ്ദത്തങ്ങൾ 6ാം അധ്യായത്തിലും 10ാം അധ്യായത്തിലും രക്ഷ ദൈവ വാഗ്ദത്തങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് നാം ചിന്തിച്ച അടിസ്ഥാനത്തില് അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യാംശമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ച 10ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളില് വിശ്വാസി ഭൂമിയിലാണ് ഇപ്പോൾ സ്ഥാനീയമായി ആയിരിക്കുന്നതെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവവേദൽ അവൻ സ്വർഗത്തിൽ കർത്താവിന്റെ കയ്യിലിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും കരങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് ഈ വചനഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു പറയുന്നു. മനുഷ്യബുദ്ധിയിൽ ഇത് അപഗ്രഥിക്കാൻ അല്പം പ്രയാസമുണ്ട്.
എങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് തന്റെ ഉള്ളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി കർത്താവ് പറയുന്ന ഈ യാഥാർത്ഥ്യം എന്താണെന്ന് അനായാസേന മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യാതൊരു പ്രയാസവും അത് മനസ്സിലാക്കാനായിട്ടില്ല. വിശ്വാസി ഇന്ന് ശാരീരികമായി ഭൂമിയിലാണ് ആയിരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദലാണ്, ഞാൻ ആയിരിക്കുന്ന ഭൂമിയിലാണ്. എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നിങ്ങൾ പല ആളുകളും നിങ്ങൾ ഭൂമിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം പറയാണ്, യു ആർ ഓൾസോ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗോഡ് ഇൻ ഹെവൻ. നിങ്ങൾ സ്വർഗത്തിൽ പിതാവിന്റെ കരങ്ങളിൽ അവിടെ ആയിരിക്കുകയാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും മറ്റ് യാതൊരു സൃഷ്ടിക്കും അവനെ അവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കുകയില്ല. എന്ന് വെച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ഒരു ദൈവവേദലിനെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന്, സ്വർഗത്തിലെ വസിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന്, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്ന് അകറ്റുവാൻ, പിടിച്ചു മാറ്റുവാൻ, നീക്കിക്കളയുവാൻ ആർക്കും കഴിയില്ല. ആർക്കും കഴിയില്ല? പിശാചിന് കഴിയില്ല, ലോകത്തിലെ യാതൊരു സൃഷ്ടിക്കും കഴിയില്ല, ഒരു പൈശാചിക ശക്തിക്കും സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ എന്ന നിലയിൽ നാം ചിലപ്പോൾ സംശയിച്ചേക്കും, അങ്ങനെ കർത്താവായ യേശു മനുഷ്യനായി തീർന്നയാളാണല്ലോ, യേശുവിന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പക്ഷേ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല എന്നാണോ ഇദ്ദേഹം പഠിപ്പിക്കുന്നത്? പിതാവിന്റെ കരത്തിലും കൂടെ ഇരിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ നാം പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ കൂടി ഇരിക്കുകയാണ്. ഇവിടെ ഒരു സംശയമുണ്ട്. ഒരേ സമയത്ത് പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കരങ്ങളിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിയായിരിക്കുക? നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടാത്തൊരു സംജ്ഞയാണത്. അപ്പൊ ഈ വാഗ്ദത്തത്തോടനുബന്ധിച്ചാണ് പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും കരങ്ങളിലായി രണ്ട് കരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു എന്നുമല്ല ഇവിടെ പറയുന്നത്. പിതാവിന്റെ കയ്യിലിരിക്കുന്നു, അപ്പൊ പുത്രന്റെ കയ്യിലിരിക്കുന്നു, അങ്ങനെ രണ്ട് കരങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല. പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നാകൊണ്ട്, ആളത്വത്തിൽ അവർ രണ്ടുപേരും രണ്ടാണെങ്കിലും സാരാംശത്തിൽ ഒന്നാകൊണ്ട് ദൈവസത്തയിലെ സർവശക്തിയിലും സർവവ്യാപകത്വത്തിലും വിശ്വാസി കാക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. ഞാൻ അല്പം കൂടെ തെളിവായി ആ വിഷയം പറയാം. ദൈവ സാരാംശം എന്ന് പറയുമ്പോൾ ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കണം. ദൈവം സർവശക്തനാണ്. ഹീസ് ആൻ ഓംനിപോട്ടന്റ് ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ സർവവ്യാപകമായ കാര്യങ്ങൾ എവിടെയെല്ലാം കർത്താവായിരിക്കുന്നു അവിടെയെല്ലാം വിശ്വാസിയുമായിരിക്കുന്നു. സ്വർഗത്തിൽ കർത്താവുണ്ട്, ഭൂമിയിൽ കർത്താവുണ്ട്, പാതാളത്തിൽ കർത്താവുണ്ട്. അപ്പൊ കർത്താവിന്റെ കരങ്ങൾ എവിടെയോ അവിടെ അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായി ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തത്വബോധത്തിൽ ദൈവത്തിന്റെ കൈപ്പത്തിയുടെ നീളം അതെത്രയാണെന്ന് ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ദൈവ സത്തയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളുടെ വിസ്തൃതി അല്ലെങ്കിൽ അതിന്റെ വലിപ്പം അത് എവിടെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:12 മുതൽ 31 വരെയുള്ള വാക്കുകൾ ദീർഘമായ വേദഭാഗമാണ്. യെശയ്യാവ് 40:12 മുതൽ 30 വാക്കുകൾ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: തന്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. വളരെ ശ്രദ്ധേയമാണ് വാക്യം. തന്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളത്തെ അളക്കുകയും പിന്നെ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്നാണ് യെശയ്യാവ് പറയുന്നത്. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ, അതായത് കിഴക്ക് ചക്രവാളവും പടിഞ്ഞാറേ ചക്രവാളവും നമ്മളെ ദൈർഘ്യം കണ്ടെത്താൻ ഇന്ന് വരെ ഭൂമിയിൽ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഒരു ബുദ്ധിപെടുക്കൾക്കും സാധിച്ചിട്ടില്ല. അനന്തം അജ്ഞാത അവർണ്ണനീയമായി അതിവിശാലമായി കിടക്കുകയാണ് ഈ ബൃഹത്തായ പ്രപഞ്ചം. അപ്പൊ അവിടെ ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തിലേക്കുള്ള ദൂരത്തെ നമുക്ക് മനസ്സിലാക്കുവാനോ കണക്കാക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ അനന്തമായി അവിനാശിയായി അത് അവർണ്ണനീയമായി കിടക്കുന്ന അതിവിശാലമായിരുന്ന ഈ ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് നിയമിച്ചവനാണ്, അളക്കുന്നവനാണ് ദൈവമെന്നും. ലോകത്തിലെ അതിപ്രധാനമായിരുന്ന 5 വൻകരകളിലെ പ്രശസ്തമായ കടലുകൾ, ഈ കടലുകളിലെ മുഴുവൻ വെള്ളത്തെയും കൂടെ തന്റെ ഉള്ളം കൈയിൽ വഹിക്കാൻ കഴിയുന്നവനുമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നു. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ കെസ്വിക്കിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്ത
ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേട്ട ഒരു വനിത, വെറും ചെറുപ്പക്കാരിയല്ല, അല്പം പ്രായമുള്ള ഒരാളാണ്. അവള് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്കൽ പ്രസംഗം കഴിഞ്ഞ ശേഷം ചെന്ന് ചോദിച്ചു, അല്ലയോ പ്രസംഗി, അങ്ങ് പറഞ്ഞല്ലോ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും കരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നുവെന്ന്. അപ്പൊ അവളുടെ ഒരു ന്യായമായ സംശയം അവൾ ചോദിച്ചു, ലോകത്തിലെ എല്ലാ ആളുകളും അങ്ങ് രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുക. ലോകത്തിന്റെ 5 വൻകരകളിൽ ഇപ്പോൾ പാർത്തു വരുന്ന ഏതാണ്ട് 850 കോടി ആളുകളും രക്ഷിക്കപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ ആ 850 കോടി ആളുകളെയും സൂക്ഷിപ്പാൻ തക്കോണം യേശുക്രിസ്തുവിന്റെ കരങ്ങൾ അത്രമാത്രം വലുതാണോ എന്ന് ഈ പ്രസംഗിയോട് ഈ സ്ത്രീ ചോദിച്ചു. അപ്പൊ ആ പ്രസംഗി പറഞ്ഞു, ശരിയാണ്, അവരെ എല്ലാവരെയും സൂക്ഷിക്കാൻ തക്കോണം അവന്റെ കരങ്ങൾ അത്രമാത്രം വലുതാണ്. അപ്പൊ ഒരു നിമിഷം മൗനയായി നിന്ന ശേഷം അവൾ ഇപ്രകാരം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ കരങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിരലുകളുടെ ഇടയിലുള്ള വിടവുകളും കൂടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ കൈക്ക് തന്നെ ഈ വിരലുകളുണ്ട്. ഈ കൈപ്പത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വിരലുകളുടെ ഇടയിൽ വിടവുണ്ട്. അത് കൈകളുടെ വലിപ്പം, കൈപ്പത്തിയുടെ വലിപ്പം വിസ്തൃതമാകുന്നതനുസരിച്ച് ഈ വിരലുകളുടെ ഇടയിലുള്ള ആ വിടവും അത് വലുതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെട്ടു എന്ന് വന്നാൽ അവരെ എല്ലാവരെയും തന്റെ ഉള്ളംകൈയിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോൾ അവന്റെ കൈകളുടെ വില്ലുകളും ആ വില്ലുകളുടെ ഇടയിലുള്ള വിടവും വളരെ വിസ്തൃതമാണല്ലോ. അതിന്റെ ഇടയിൽ കൂടി ഈ വിശ്വാസികൾ ചോർന്നു പോകാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിനാ പ്രസംഗി പറഞ്ഞ മറുപടി ഇതാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ അവന്റെ കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒന്നായി ഞാൻ മാറ്റപ്പെട്ടിരിക്കാൻ എന്നെ അവിടുന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ലോകത്തിലെ ആർക്കും ഒരു ശക്തിക്കും ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഉള്ളം കൈയിൽ വെള്ളത്തെ ഒതുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് രക്ഷിക്കപ്പെട്ട ദൈവവേദലായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ആ കൈകളിൽ നിന്ന് അവനെ അടർത്തി മാറ്റുവാൻ, പിടിച്ചു പറിക്കുവാനായി സാധിക്കുക? ഒരിക്കലും ആർക്കും അവനെ അവിടുന്ന് പിടിച്ച് പറിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ വസ്തുത വളരെ വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ നിത്യതയിൽ ശ്രമിക്കുന്ന കർത്താവിന്റെ വിലയേറിയദാസൻ ടി കെ ശ്യാമുൽ സാർ അവർ, അതേ ഒരു ഭക്തകവിയായിരുന്നല്ലോ, അതേ എഴുതിയ മനോഹരമായ ഒരു പാട്ടിന്റെ ചരണങ്ങളിൽ അതേ ഇങ്ങനെ പാടി, കരുത്തനാം അവൻ കരത്തിൽ ഞാൻ പിടിച്ചിരിക്കിയാൽ ഒരുത്തനും പിടിച്ചു വേർപിരിക്കാൻ കഴിഞ്ഞിട, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട, ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. ഓ ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക, ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിലും പിതാവായ ദൈവത്തിലും അവന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ചാടിപ്പോകാൻ കഴിയുകയില്ല, അവിടുന്ന് ആർക്കും പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല, ആർക്കും അവിടുന്ന് നീക്കിക്കളയാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി കൂടെ ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു, നിങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതാവഹമായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ രക്ഷ ഭദ്രമാണെന്ന് ഉറയ്ക്കുവാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു വിശദീകരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് പറഞ്ഞതാരാണ്? കർത്താവായ യേശുക്രിസ്തു താൻ തന്നെയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. 2 കൊരിന്ത്യർ 1-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ല എന്നൊരു വാക്കില്ല. കർത്താവിന്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവും വരികയില്ല. മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളോട് ഏതെല്ലാം നിലയിൽ നമ്മുടെ ജീവിതത്തിന് വിധിനിർണായകമായ ഘട്ടങ്ങളിൽ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈത്താങ്ങൽ നൽകാമെന്നോ അല്ലെങ്കിൽ കരുതൽ നൽകാമെന്നോ ഒക്കെ പറഞ്ഞ ആളുകളൊക്കെ ഒരു പക്ഷെങ്കിൽ കാലവിഭ്രമത്തിങ്കിൽ അതെല്ലാം മറന്ന് അവര് അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോയിരിക്കാൻ സാധ്യതയുണ്ട്, പിന്മാറാൻ ഇനിയും സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവും വരികയില്ലെന്നാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് സാധിക്കില്ലല്ലോ. അവൻ 2 തിമോത്തി 2:13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിശ്വസ്തരായി പോയാലും
ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവും വരികയില്ല. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. വാക്കുമാറാത്ത ദൈവം, വിശ്വസ്തനായ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ഞാൻ എന്റെ കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു, അവിടുന്ന് പിടിച്ചു പറിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല എന്ന്. ഇതിനപ്പുറത്ത് യാതൊരു തെളിവും നമുക്ക് ആവശ്യമില്ല. ഇത്രയും വിശ്വസിച്ചാൽ മതി. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട്, പിടിച്ചു പറിക്കാനായിട്ട് ലോകത്തിൽ ആർക്കും സാധിക്കില്ല. അപ്പൊ ചില ആളുകൾ തമാശയാണെങ്കിലും പറയും, ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ചാടിപ്പോകാൻ, ഒരുവന് സ്വയമായി ചാടിപ്പോകാൻ സാധിക്കുമെന്ന്. ദൈവകരങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന വിശ്വാസിക്ക് സ്വന്തമായി ചാടിപ്പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്ഷ ഇന്നും നാളെയും വരുംകാല നിത്യതയിലും എന്നേക്കും ദൈവകരങ്ങൾ അത് സുരക്ഷിതമാണ്, അത് സുഭദ്രമാണ്, അതിന് യാതൊരു മാറ്റവും വരികയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കൾ കർത്താവിന്റെ കരങ്ങളിൽ എന്നേക്കും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ്. അവരുടെ രക്ഷയെ സംബന്ധിച്ച് യാതൊരു നിലയിലും ഒരു ഭയാശങ്കയും അവർക്കുണ്ടാകേണ്ട ആവശ്യമില്ല. അവർ എന്നേക്കും ക്രിസ്തുവിൽ സുരക്ഷിതരാണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു. ഇത് വിശ്വസിക്കാൻ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ 10, 28, 29, 30 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആർക്കും എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ പിന്നെ സൃഷ്ടികൾക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പിശാചിനോ അവന്റെ ശക്തിയിൽപ്പെട്ട വേറെ ആർക്കെങ്കിലുമോ ആർക്കും ആ രക്ഷയിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റുവാൻ സാധിക്കുകയില്ല. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന രക്ഷയുടെ ഭദ്രത. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതുവരെയും ഈ പഠന ഭാഗം നിങ്ങൾക്കേവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.